ഇങ്ങനെ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ നിയമസഭയിൽ അവർ പാസാക്കാൻ ഉദ്ദേശിച്ച വനനിയമം അത് പിൻവലിച്ചു എന്നതാണ് യാത്രയുടെ തുടക്കം തന്നെ യാത്ര വിജയിച്ചു എന്ന് പറയാനുള്ള കാര്യം. നേരെ മറിച്ച് ആ ബില്ല് പാസ്സായിരുന്നെങ്കിൽ മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണവും മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന ജനങ്ങൾക്ക് മൃഗങ്ങളുടെ ശിക്ഷയ്ക്ക് പുറമെ സർക്കാർ വക ശിക്ഷയും ഇവിടെ നടപ്പാവുകയും. ഒരുപക്ഷേ ഈ നിയമം പാസ്സായതിനു ശേഷമാണ് അൻവർ അന്ന് ഫോറസ്റ്റിലേക്ക് ജാഥ നയിച്ചിരുന്നെങ്കിൽ അൻവർ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. അത്രയും യാതൊരു ചിന്തയും കൂടാതെ സംസ്ഥാന സർക്കാർ ഈ നിയമം കൊണ്ടുവരികയും യാത്ര പ്രഖ്യാപിക്കുകയും യാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പല കോണുകളിൽ നിന്നും പിന്തുണ ലഭിച്ചപ്പോഴാണ് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നത്. അതാണ് യാത്രയുടെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മലയോര മേഖലയുടെ പ്രയാസങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ 13 വർഷം കോഴിക്കോട് MP ആയിരുന്നപ്പോൾ അന്ന് വയനാട് കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് വയനാട്ടിലെ A to Z കാര്യങ്ങൾ നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു, ഈ വന്യജീവി നിയമം 72 ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് കൊണ്ടുവന്നതാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പല നിയമങ്ങളിലും ഭേദഗതി വരുത്തുന്നില്ലേ? നമ്മുടെ ഭരണഘടനയിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? കാരണം കാലം മാറുമ്പോൾ സാഹചര്യം മാറും. 972 അന്ന് നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലം, കാടുകളിൽ കയറി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് തടഞ്ഞുകൊണ്ടുള്ള നിയമം വരുന്നത്. ഇപ്പോഴെന്താ സ്ഥിതി അറിയോ? ഇപ്പം മൃഗങ്ങൾ പെറ്റുവരിക. രണ്ടാമതായി പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ കാട്ടിലേക്കല്ല കയറുന്നത്, മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. കഴിഞ്ഞ വർഷം മാനന്തവാടിയിലെ ഒരു കർഷകനെ ആന ചവിട്ടി കൊന്നത് കാട്ടിൻ്റെ അകത്ത് വെച്ചിട്ടല്ല, മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്, മുനിസിപ്പൽ ഓഫീസിൻ്റെ അടുത്താണ്. അതായത് ഹാർട്ട് ഓഫ് ദ ടൗണിൽ വെച്ചിട്ടാണ് കാട്ടാന ഗേറ്റ് തകർത്ത് വന്ന ആ കർഷകനെ കുത്തി കൊല്ലുന്നത്. അപ്പോൾ മനുഷ്യൻ വനത്തിലേക്ക് പോവല്ല, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. മേപ്പാടിയിൽ കഴിഞ്ഞ ഈ ദുരന്തം നടക്കുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് ഒരു കർഷകൻ്റെ വീട്ടിൽ, ആ കർഷകൻ പൂച്ചയാണെന്ന് വിചാരിച്ച് വന്ന് നോക്കിയതാ 2 പുലിക്കുട്ടികൾ. പൂച്ചയാണെന്ന് വിചാരിച്ചിട്ടാ വന്ന് നോക്കിയ. അപ്പോൾ ടൗണുകളിൽ പോലും വന്യജീവികൾ വന്നു കയറുമ്പോൾ 72 നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ വന്യമൃഗങ്ങൾ പെറ്റുവരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, പണ്ട് കാലത്ത് ഈ രാജാക്കന്മാരൊക്കെ നായാട്ട് നടത്തിയിരുന്നത് എന്തിനാ? മൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമ്പോഴാണ് നായാട്ട് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുരാണത്തിൽ പറയുന്നുണ്ടല്ലോ, മണികണ്ഠൻ അയ്യപ്പൻ്റെ കുട്ടിയായിരുന്നപ്പോൾ മണികണ്ഠനെ 12 രാജാവിന് കിട്ടിയത് 12 രാജാവ് മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല, നായാട്ടിന് പോയപ്പോഴാണ്. കാരണം അദ്ദേഹത്തിനോട് അന്ന് രാജാവിനോട് കർഷകർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൃഷിയൊക്കെ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ ആ വന്യജീവികളെ വേട്ടയാടാൻ വേണ്ടി 12 രാജാവ് പോകുമ്പോഴാണ് മണികണ്ഠനെ കിട്ടുന്നത്. ഇതാണ് പുരാണത്തിൽ തന്നെ വേട്ടയാടലുണ്ട്. അപ്പോൾ അന്ന് അതിനാണ് രാജാക്കന്മാർ നായാട്ട് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് തോക്ക് പോലും ഫോറസ്റ്റിൻ്റെ കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് ഈ 21-ാം നൂറ്റാണ്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇലക്ട്രിക് ഫെൻസിങ്ങിൽ നല്ല ഇലക്ട്രിക് കടത്തി വിട്ടാൽ അങ്ങനെ ആന ചവിട്ടി ഇതാക്കൊന്നുമില്ല. കാരണം ഷോക്കടിക്കുക ആനയ്ക്കാണെങ്കിലും. ആനയ്ക്ക് വിവരമൊക്കെ ഉണ്ടല്ലോ കുറച്ച്. ഷോക്കടിക്കുന്നവൻ ചില പിന്നെ ആന ഭാഗത്തേക്ക് വരാറില്ല. ഇലക്ട്രിക് ഫെൻസിങ് പേര് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി കടത്തി വിടണം. ഇത് കടത്തി വിടാതിരുന്ന എന്ത് ചെയ്യും? വെറും ഫെൻസിങ് മാത്രം വെച്ചിട്ട് കാര്യമുണ്ടോ? 2 കിടങ്ങ് കുഴിക്കണം. ഒരുമാതിരി നല്ല കിടങ്ങൊക്കെ കുഴിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ആനയ്ക്ക് അത് മണ്ണിട്ട് നികത്തിയിട്ട് കയറാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമേ വന്യജീവികളെ ഓടിക്കാനുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻസും ഇന്ന് ഫോറസ്റ്റിൻ്റെ കയ്യിലില്ല.
ഇപ്പോഴും പഴയ സിസ്റ്റമാണ്. ഈ സിസ്റ്റം വെച്ചാൽ എങ്ങനെ വന്യജീവികളെ തിരിച്ച് ഓടിക്കാൻ കഴിയും? പിന്നെ കേന്ദ്രത്തിൻ്റെ സഹായം വേണമെന്ന് പറയുന്നത് ഈ വന്യജീവികൾ മനുഷ്യനെ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ പ്രതിരോധിക്കുന്ന ഭാഗമായി ചിലപ്പോൾ വെടിവെക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ചിഹ്നം വിളിച്ച് കൊല്ലാൻ വരുന്ന ആനേനെ ഉമ്മ വയ്ക്കണോ? പിന്നെ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ. മനുഷ്യനെ ചവിട്ടി കൊല്ലാൻ വരിക, ആ നേരത്ത് കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന കേസിൽ പ്രതി. ഏത് ആനേനെ കൊന്നതിന്? മനുഷ്യനെ ചവിട്ടി കൊന്ന ഒരു കുഴപ്പമില്ല. ഇവിടെ കണ്ടില്ല, കടുവ പാവം ഒരു സ്ത്രീ, ആ സ്ത്രീനെ കടുവ ചാടി വന്ന് കൊന്നു. ആടിക്കൊല്ലി പ്രദേശം അത്ര വലിയ കാടൊന്നുമല്ല, ഫോറസ്റ്റ് ഏരിയ അല്ല. അവിടുന്ന് ഇങ്ങോട്ട് ചാടി വന്ന കടുവ ചാടി വന്ന് കൊന്നിട്ട്, ഞാൻ ചോദിക്കട്ടെ, നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെക്കാൻ വേറെ വല്ല നിയമമുണ്ടോ? തടസ്സമുണ്ടോ? നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെക്കാൻ തന്നെയാണ് നിയമം, കൊല്ലാൻ നിയമമുണ്ട്. പക്ഷേ 3 ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് പരിശോധിച്ചിട്ടും കടുവേനെ കണ്ടില്ല. കാണാഞ്ഞിട്ടൊന്നുമല്ല, കണ്ട വെടിവെക്കാൻ തോക്കില്ല, അതിൻ്റെ കുഴപ്പമാണ്. ഏതായാലും കടുവ ചത്തു എന്നുള്ള വാർത്ത വന്നു. എങ്ങനെയാണ് ചത്തതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം പറയുന്നത് എന്താ അറിയോ? ഇതിൻ്റെ തലേന്ന് നമ്മുടെ മന്ത്രി ഒരു ഹിന്ദി പാട്ട് പാടിയിരുന്നു കോഴിക്കോട് വെച്ച്. അപ്പോൾ കടുവ ഈ മന്ത്രിയുടെ ഹിന്ദി പാട്ട് കേട്ട് ആത്മഹത്യ ചെയ്താണ് എന്നും ഒരു കഥ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കടുവേനെ വേറെ കടുവ വന്നെങ്കിൽ ഇനി ആ കടുവ ഇനി വരാൻ കിടക്കുക. ഈ കടുവ മറ്റൊരു കടുവയുടെ ആക്രമണത്തിലാണ് മരിച്ചതെങ്കിൽ, കൊല്ലപ്പെട്ടതെങ്കിൽ, മറ്റേ കടുവിനെ എപ്പോഴാണ് വന്നു കയറുക എന്നറിയില്ല. അപ്പം മനുഷ്യനെ കടുവ വീതി ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല. എന്നാൽ മന്ത്രിക്കാണെങ്കിൽ എന്താണ് തൻ്റെ വകുപ്പ് എന്ന് അറിഞ്ഞുകൂടാ. അതാണ് ആദ്യത്തെ കുഴപ്പം. ഒന്നാമത്, അദ്ദേഹത്തിന് വന്യമൃഗങ്ങളെക്കാൾ പേടിയാരാ അറിയുമോ? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സമാധാനമില്ല. ഇപ്പം ഉറക്കം തന്നെ ഓരോ ദുസ്വപ്നങ്ങൾ കണ്ട്, മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുമ്പോൾ എന്ത് വന്യമൃഗം, എന്ത് കടുവ, എന്ത് കാട്ടാന. അല്ല, ഇങ്ങനെയുണ്ട് ഒരു മന്ത്രിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വിവരമില്ലാത്ത. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ട് കാട്ടുപന്നി വന്നാൽ വെടിവെക്കാം, കാട്ടുപന്നി വന്നാൽ വെടിവെക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ വെടിവെച്ച ഒരു കാര്യമുണ്ട്, അതിനെ ഇത്ര അടി, അതായത് മനുഷ്യൻ്റെ മൃതശരീരം വെക്കുന്നതിനേക്കാൾ ഇരട്ടി കുഴിയെടുത്ത് അതിൽ മൂടണം, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. അതിന് തിന്നാൻ പാടില്ല. ശരിയാണ്, കാട്ടിൽ പോയിട്ട് മുള്ളം പന്നീനെ പിടിക്കാൻ പാടില്ല. ശരി, നാട്ടിൽ വരുന്ന മുള്ളം പന്നീനെ കൊന്നാൽ അതിനെ തിന്നേണ്ടവർ തിന്നോട്ടെ. ആടിനെ കൊല്ലാം, കോഴീനെ കൊന്ന് തിന്നാം, ആടിനെ കൊന്ന് തിന്നാം, പോത്തിനെ കൊന്ന് തിന്നാം. മുള്ളം പന്നി മാത്രം നാട്ടിലേക്ക് വന്നാൽ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലാൻ പാടില്ല. മനുഷ്യരെ സംസ്കരിക്കുന്നതിനേക്കാൾ രാജകീയമായി മുള്ളം പന്നീനെ സംസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ, ഇത് ഞാൻ ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ടിനെയാണോ? അത്രയും ഭയാനകമാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വന്യമൃഗങ്ങൾ കാട്ടിൽ നിറങ്ങി വന്ന ജനങ്ങളെ കൊല്ലുമ്പോൾ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല? എനിക്ക് സംസ്ഥാന സർക്കാരിനോടൊരു കാര്യം പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഒരു ഓൾ പാർട്ടി, നമ്മുടെ നിയമസഭ പ്രമേയമൊക്കെ പാസ്സാക്കി, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട്, വനം മന്ത്രിയെ കണ്ട്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേഷ് യാദവിനെ കണ്ട്, എന്തുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കേന്ദ്രത്തിന് ബോധ്യപ്പെടുത്തുക? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഞാൻ കഴിഞ്ഞ ലോക്സഭയിൽ അംഗമായിരുന്നപ്പോൾ ഞാനും സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പാർലമെൻറ്റിൻ്റെ റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. എം പിമാരാരും അക്കാര്യത്തിന് വിട്ടു നിൽക്കുന്നൊന്നുമില്ല. എല്ലാ എം പിമാരും കേരളത്തിൻ്റെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കഴിഞ്ഞ സഭയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സഭയിലും പറയുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സഭയിൽ അംഗമായിരുന്നപ്പോൾ. പക്ഷേ പ്രിയങ്ക ഗാന്ധിയും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായോ? സംസ്ഥാന സർക്കാർ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനെ നയിച്ച് കാര്യങ്ങളവിടെ പറയണം. പക്ഷേ മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്താ അറിയോ? പ്രധാനമന്ത്രിനെ കാണുമ്പോഴൊക്കെ ഒറ്റ വാക്കേ പറയുന്നത്, സിൽവർ ലൈൻ വേണം, സിൽവർ ലൈൻ വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഈ പ്രധാനമന്ത്രിയെ ഇത്രയും കാലം കണ്ടല്ലോ മുഖ്യമന്ത്രി, ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ച,
ഈ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മളാരും പത്രത്തിൽ വായിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞോ അല്ലേ എന്നുള്ള മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഇപ്പൊ ഗവൺമെന്റ് ഇക്കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് പകരമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമം ഇവിടെ പാസ്സാക്കാൻ ശ്രമിച്ചതും ഈ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷെ ഇവിടെ ഒരു രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം ആ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വന്നു. അവരവിടുത്തെ MP വന്ന സമയത്ത് ആദ്യം കരിങ്കൊടി കാണിച്ചാലറിയും മാർക്സിസ്റ്റ് പാർട്ടി. എന്താ കരിങ്കൊടി കാണിച്ചത്? വരാൻ 2 ദിവസം വൈകി. കേരളത്തിലുണ്ടായിരുന്ന കോഴിക്കോടുണ്ടായിരുന്ന വനം മന്ത്രി വന്ന് പിറ്റേ ദിവസം പ്രിയങ്ക ഗാന്ധി വന്നു. പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിൽക്കാൻ കാരണം എന്താ? വഖഫ് ഭേദഗതി നിയമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചർച്ച ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ പ്രിയങ്ക ഗാന്ധി വന്നാൽ ഇതേ മാർക്സിസ്റ്റുകാരൻ പറയില്ലേ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു JPC യോഗം നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ ഉണ്ടായില്ല എന്ന് ഇതേ CPM-കാർ കുറ്റം പറയില്ലേ? അത് കഴിഞ്ഞു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ അടുത്ത ദിവസം കാലത്ത് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവിടെ വന്നു, വീട്ടിൽ പോയി ആശ്വസിപ്പിച്ചു, സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ശശീന്ദ്രനെ അല്ല നിങ്ങൾക്ക് ടാർഗറ്റ്, നിങ്ങൾ പ്രിയങ്ക ഗാന്ധിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് സ്വന്തം മന്ത്രി അവിടെ വന്നില്ല എന്നല്ല ചോദിച്ചത്, പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് വരാൻ താമസിച്ചു? ഇവിടെയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നല്ല, തരം താണ രീതിയിലുള്ള തറ രാഷ്ട്രീയമാണ് പിണറായിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബഫർ സോണിൻ്റെ കാര്യം ഇപ്പം നമുക്കറിയാം. കർഷകർ വയനാട്ടിലൊക്കെ എനിക്കറിയാം, നമ്മുടെ ഈ വടക്കൻ തിരുവിതാംകൂർ നിന്നൊക്കെ തെക്കൻ തിരുവിതാംകൂർ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വയനാട്ടിൽ പണ്ട് കാലത്ത്, ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ നടന്നും കാളവണ്ടിയിലൊക്കെ സഞ്ചരിച്ച് അവിടെ വന്ന് അവരൊക്കെ കൃഷി ചെയ്ത് മണ്ണിനെ പൊന്നാക്കി. അപ്പോൾ നമ്മൾ ഏകകണ്ഠേന കേരളത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും ബഫർ സോണിൻ്റെ ഇത് ഒഴിവാക്കണം, ഞങ്ങൾ ഒഴിവാക്കി തരണം. പക്ഷേ സർക്കാരിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. അത് പറയുമ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യ പോലെയല്ലല്ലോ കേരളം. കേരളത്തിലൊരു ഒഴിഞ്ഞ സ്ഥലമൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ജനങ്ങൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വനമേഖലയുടെ നിയന്ത്രണത്തിലുമല്ല. അതുകൊണ്ട് തന്നെ ബഫർ സോൺ വിഷയത്തിൽ എന്തുകൊണ്ട് കർഷകരെ ഒഴിവാക്കുന്നില്ല? ഇവിടെ നിങ്ങൾക്കറിയാം, കേന്ദ്രത്തിൽ UPA ഭരിച്ചപ്പോൾ ഗാഡ്ഗിലിനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചു. പക്ഷേ ഗാഡ്ഗിൽ കർഷകനല്ല പ്രാധാന്യം കൊടുത്ത വന്യമൃഗങ്ങൾക്കാണ്. ആ റിപ്പോർട്ട് വന്നു, ശക്തമായിട്ട് എതിർപ്പുണ്ടായി പല മലയോര പ്രദേശങ്ങളിലും. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന് തന്നെ അറിയാം, അദ്ദേഹം കഴിഞ്ഞ ഇവിടെയല്ല 2014 തോൽക്കാനുള്ള ഏക കാരണം ഗാഡ്ഗിലിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കിയപ്പോൾ UPA സർക്കാർ തന്നെ പകരം ഒരു കസ്തൂരിരംഗനെ വെച്ചു. കസ്തൂരിരംഗൻ കുറെ കൂടെ മെച്ചപ്പെട്ട റിപ്പോർട്ട് നൽകുമ്പോഴേക്കും ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. പക്ഷേ ഞാൻ അന്ന് ഓർക്കുന്നു, ഞാൻ MLA ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻ വി ഉമ്മനെ കമ്മീഷനായി വെച്ച് ശരിക്കുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അന്ന് പാർലമെന്റിൽ അന്നത്തെ വനം മന്ത്രി പറഞ്ഞ എന്താ അറിയോ? ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് നൽകിയത് കേരള സർക്കാരാണ്. ഏതാ കേരള സർക്കാർ? പിണറായി സർക്കാരല്ല, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരാണ്. അപ്പോൾ ആ കാര്യം വ്യക്തമായി പഠിച്ച്, ഉമ്മൻ വി ഉമ്മൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ആളും കർഷകന്റെ വികാരം മനസ്സിലാക്കുന്ന ആളുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യത്തിൽ ആണ് ഈ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തു. ആ റിപ്പോർട്ടാണ് ഇപ്പോഴും
കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത്. അത് കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരള. അത് ആദ്യം കൊടുത്തത് ശിവൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. അപ്പം അങ്ങനെ ഈ മേഖലയിലുള്ള കാർഷിക മേഖലയിലെ തകർച്ചയും കർഷകന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് കർഷകന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ദിവസം ഇലക്ഷൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ കുറേ കർഷകർ ഞങ്ങൾ UDF നേതാക്കളെയൊക്കെ നേരിട്ട് വന്ന് കണ്ടു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. അവർ പറഞ്ഞൊരു കാര്യം, നെൽകർഷകരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, മറ്റൊന്നുമല്ല, ഇവിടെ അനാവശ്യമായിട്ടുള്ള കുറേ വിവാദങ്ങളുടെ ചർച്ചയാണ് നടക്കുന്നത്, ട്രോളി വിവാദവും മറ്റു വിവാദങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങൾ നെൽകൃഷിക്കാരാണ്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില കിട്ടാതെ സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല, സംഭരിച്ചു വെച്ച നെല്ല് കിളിർക്കാൻ തുടങ്ങി. ഞങ്ങൾ വല്ല ആത്മഹത്യ ചെയ്യുക. നിങ്ങൾ ഇതൊരു ചർച്ചാ വിഷയമാക്കണം, ഞങ്ങളുടെ വികാരമാണ്. ഇപ്പം ഞാൻ അവിടെ ചെന്നതിൻ്റെ അടുത്ത ദിവസം ഒരു ട്രാക്ടർ റാലി നടത്തുകയുണ്ടായി. ആ ട്രാക്ടർ റാലിയിൽ CPM വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്ന പലരും അവരവരുടെ ട്രാക്ടറുമായി ആ സമരത്തിൽ പങ്കുചേർന്നു. സത്യത്തിൽ ആ വിഷയം മുഖ്യ ചർച്ചാ വിഷയമായപ്പോഴാണ് UDF ജയിക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം ഇത്രയും വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നെൽകർഷകരുടെ വികാരമായി. അവർ പറഞ്ഞത്, സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് സബ്സിഡിയൊക്കെ കൃത്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നു, അതിപ്പോൾ കേരള ബാങ്ക് ആക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ട് ഈ ജാഥ മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഈ ജാഥയ്ക്ക് ലഭിക്കുന്ന സ്വീകരണം, കർഷകരുടെ സ്വീകരണം, വനമേഖലയ്ക്ക് പരിസരത്ത് താമസിക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ സ്വീകരണം, ഇതെല്ലാം ഉപരിയായി സാധാരണ ജനങ്ങളുടെ സ്വീകരണം, അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജാഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, UDFന്റെ സർക്കാർ അടുത്ത വർഷം ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും ഈ സർക്കാരെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം ചെന്നെത്തിയിരിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ UDF സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ വന്യജീവിയുടെ ആക്രമണങ്ങളിൽ നിന്നും പാവപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ ആ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണം തീർച്ചയായിട്ടും UDFന്റെ ഈ ജാഥയ്ക്ക് കരുത്താണ്. ഭാവിയിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, പോളിംഗ് ബൂത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ ദുരിതങ്ങളൊന്നും ആരും മറക്കരുത്. ഒരു കിറ്റ് കാണുമ്പോൾ, ഈ ആനേനെ മുമ്പ് വാരിക്കുഴിയിൽ വീഴ്ത്തിയിരുന്നല്ലോ, ആനയ്ക്കറിയില്ല വാരിക്കുഴി, അത് കുഴിയുണ്ടെന്ന്, ആന ഒരു കുഴിയിൽ ചാടും. അതുപോലെ കിറ്റുമായിട്ടുള്ള ചില വാരിക്കുഴികളുമായിട്ട് വരുമ്പോൾ അതിലൊന്നും വീഴാതെ ഈ ജനദ്രോഹ സർക്കാരിനെ ജനകീയ കോടതിയിൽ ശിക്ഷിക്കാൻ നിങ്ങളും ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.